മനുഷ്യജീവിതത്തിൽ കാഴ്ചപ്പാടുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ എങ്ങനെ ഓരോ സാഹചര്യത്തെയും നോക്കിക്കാണുന്നു എന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടാനും മറികടക്കാനുമുള്ള സാധ്യതകളായി മാറും. വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാത്ത യാത്ര ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ ശ്രവിച്ചും കാഴ്ചപ്പാടുകൾ പുതുക്കിയും വേണം യാത്ര തുടരാൻ. ഇങ്ങനെയാണ് ജീവിതത്തിൽ വിജയത്തിലെത്തിച്ചേരുക. ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം. ഒരു കപ്പൽ രാത്രിയിൽ സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ കപ്പലിന് നേരെ എതിർവശത്തു നിന്ന് വെളിച്ചം അടിക്കാൻ തുടങ്ങി. ഇത് കണ്ട കപ്പലിന്റെ ക്യാപ്റ്റൻ ആ വെളിച്ചത്തിനു നേരെ നോക്കി പറഞ്ഞു, "ഞാൻ ഈ കപ്പലിന്റെ ക്യാപ്റ്റനാണ്. നിങ്ങളുടെ കപ്പലിന്റെ ദിശ മാറ്റണം." ഇത് കേട്ടതും എതിർവശത്തു നിന്ന് ഒരു ശബ്ദം മുഴങ്ങി, "ഞാനൊരു മുക്കുവനാണ്. നിങ്ങളുടെ കപ്പലിന്റെ ദിശ അടിയന്തരമായി മാറ്റണം." എന്നാൽ എതിർവശത്തു നിന്ന് ഒരു മുക്കുവൻ തന്നോട് ആജ്ഞാപിച്ചത് ക്യാപ്റ്റന് ഇഷ്ടപ്പെട്ടില്ല. വെറുമൊരു മുക്കുവൻ പറയുന്നത് താൻ എന്തിനു കേൾക്കണമെന്നായിരുന്നു ക്യാപ്റ്റൻ ചിന്തിച്ചത്. "ഞാൻ ദിശ മാറ്റാൻ ഒരുക്കമല്ല. താങ്കളുടെ കപ്പലിന്റെ ദിശ മാറ്റുക." കുറച്ച് അഹങ്കാരത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു. ഇതിന് മുക്കുവൻ മറുപടി നൽകിയത്, "താങ്കൾ കാണുന്ന വെളിച്ചം ലൈറ്റ് ഹൗസിൽ നിന്നുള്ളതാണ്, അല്ലാതെ കപ്പലിന്റെയല്ല. ഞാൻ ഈ ലൈറ്റ് ഹൗസിൽ ഇരിക്കുകയാണ്. ദിശ മാറ്റിയില്ലെങ്കിൽ കപ്പൽ ലൈറ്റ് ഹൗസിൽ ഇടിക്കും" എന്നായിരുന്നു. ഇങ്ങനെ കൃത്യമായ കാഴ്ചപ്പാടുകളില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾക്ക് തടസ്സമായി തീരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ അംഗീകരിച്ചും ബഹുമാനിച്ചും വേണം വിജയത്തിലേക്ക് നീങ്ങേണ്ടത്. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിനും വിജയത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ആ തിരഞ്ഞെടുപ്പിനെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ഒരു രസകരമായ കഥ ഇങ്ങനെയാണ്. ഒരിടത്തൊരു മലയുടെ മുകളിലായി ഒരു ഗുരു താമസിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ സമയവും ദാനത്തിലും സന്യാസ ജീവിതത്തിലും മുഴുകിയിരുന്ന അദ്ദേഹം ചിലപ്പോൾ മലയുടെ താഴ്വാരത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ സന്ദർശിക്കും. അവിടെയുള്ള ആളുകളെ വിളിച്ചുകൂട്ടി രസകരമായ ചില കാര്യങ്ങൾ ചെയ്യും. അവിടെയുള്ളവരുടെ കൈക്കുള്ളിൽ അടച്ചു വച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുന്നതായിരുന്നു അതിലൊന്ന്. ഗുരു താഴ്വാരത്തെത്തുമ്പോൾ കയ്യിൽ പലതും ഒളിപ്പിച്ച് കുട്ടികൾ അദ്ദേഹത്തിനു ചുറ്റും കൂടുകയും കയ്യിൽ എന്താണെന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ 2 കുട്ടികൾ ഗുരുവിനെ ഒന്ന് പറ്റിക്കാൻ തീരുമാനിച്ചു. അതിനായി അവർ ഒരു പദ്ധതിയും തയ്യാറാക്കി. അവരുടെ പദ്ധതി ഇതായിരുന്നു: ഗുരു അടുത്ത തവണ വരുമ്പോൾ ഒരു കുഞ്ഞു കിളിയെ കയ്യിൽ ഒളിപ്പിച്ചു വയ്ക്കുക. കിളിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ഗുരുവിനോട് ചോദിക്കാം. ചത്തതാണെന്ന് പറഞ്ഞാൽ കിളിയെ പറത്തിവിടാം. ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ കയ്യിൽ ഞെരുക്കി കൊല്ലാം. അങ്ങനെ ഗുരു പറയുന്നത് തെറ്റിക്കാം. അടുത്ത തവണ ഗുരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവർ കയ്യിൽ ഒളിപ്പിച്ച കിളിക്കുഞ്ഞുമായി മുന്നിലെത്തി. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, "ഗുരു, ഞങ്ങളുടെ കയ്യിലുള്ള കിളിക്ക് ജീവനുണ്ടോ?" അതിന് ചിരിച്ചുകൊണ്ട് ഗുരു അവരോട് പറഞ്ഞു, "നിങ്ങളുടെ കയ്യിലുള്ള കിളിയുടെ ജീവിതവും മരണവും നിങ്ങളുടെ കൈകളിലാണ്. അത് ജീവിക്കണോ മരിക്കണമോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം." സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. അവ നമ്മുടെ തീരുമാനങ്ങളാണ്. നമ്മൾ ആരുമാവട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏതു മാറ്റങ്ങളും വിജയങ്ങളും നമ്മുടെ കൈക്കുള്ളിലുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അവനവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവുക. കൃത്യമായി തിരഞ്ഞെടുപ്പുകൾ നടത്തി വിജയങ്ങൾ വരിക്കുക. ജീവിതത്തിൽ പലപ്പോഴായി നമ്മെ ആക്രമിക്കുന്ന ഒരു ശത്രുവാണ് ഭയം. ഭയത്തെ അതിജീവിക്കുക എന്നത് ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അനിവാര്യമാണ്. ചില വിദ്യാർത്ഥികൾക്ക് പരീക്ഷയെ ഭയമാണ്. ചിലപ്പോൾ അധ്യാപകരെയായിരിക്കും അവർ ഭയപ്പെടുന്നത്. ഒരു ജീവനക്കാരന് അയാളുടെ മാനേജറെ ഭയമായിരിക്കും. ചിലപ്പോൾ കമ്പനിയുടെ നയങ്ങളെ, അതുമല്ലെങ്കിൽ തന്നെ സമീപിക്കുന്ന ഉപഭോക്താക്കളെയായിരിക്കും. ഒരു കച്ചവടക്കാരന് പുതിയ കച്ചവടം തുടങ്ങാനും സാഹസിക തീരുമാനങ്ങൾ എടുക്കാനും ഭയപ്പെടുന്നു. ഇങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാൻ മനുഷ്യർക്കു മുന്നിൽ തടസ്സമായി ഭയം നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഭയത്തെ മറികടക്കണം. ഒരിടത്ത് ഭീരുവായ ഒരു വ്യക്തിയുണ്ടായിരുന്നു. ചുറ്റിലുമുള്ള എന്തിനേയും അയാൾക്ക് ഭയമായിരുന്നു. ആളുകളുടെ മുഖത്തു നോക്കാൻ, സംസാരിക്കാനുമെല്ലാം
അയാൾ ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ ഒരു സുഹൃത്ത് സെൻ ഗുരുവിനെ പോയി കാണാനും ആയോധകലയിൽ അഗ്രഗണ്യനായ അദ്ദേഹം തങ്ങളുടെ ഭയം മാറ്റിത്തരും എന്നും പറഞ്ഞു. സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് അയാൾ സെൻ ഗുരുവിന്റെ അടുത്തെത്തി. തന്റെ പ്രശ്നം തുറന്നു പറഞ്ഞ ശേഷം ഭയം മാറാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരുവിനോട് ചോദിച്ചു. ഭയം മാറ്റിത്തരാമെന്ന് ഉറപ്പുകൊടുത്ത ഗുരു ഇയാളോട് അടുത്തുള്ള പട്ടണത്തിൽ പോകാനും അവിടെ കാണുന്ന 20 പേരോട് താൻ ഭീരുവാണെന്ന് പറയുവാനും ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അയാളെ കുഴക്കി. എന്നാൽ ഗുരു പറഞ്ഞത് അനുസരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഭീരുവാണെന്ന് പറയാൻ പട്ടണത്തിലെത്തി. പക്ഷേ ആരുടെയും മുഖത്തു നോക്കാൻ ധൈര്യമില്ലാത്തതിനാൽ പറയാനാവാതെ ആദ്യ ദിവസം തിരിച്ചു വരേണ്ടി വന്നു. ഇങ്ങനെ 2 ആഴ്ചകൾ കടന്നുപോയി. എന്നാൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ആദ്യ കടമ്പ കടന്ന് ഗുരുവിന്റെ അടുത്തെത്തി. ഭയം മാറ്റിയെടുക്കണം. രണ്ടും കൽപ്പിച്ച് അയാൾ വീണ്ടും പട്ടണത്തിലെത്തി. അവിടെ നിന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് ആദ്യം കണ്ട ഒരാൾക്ക് കൈകൊടുത്ത ശേഷം പറഞ്ഞു, സാർ, ഞാനൊരു ഭീരുവാണ്. മുഖത്ത് നോക്കാതെയാണ് അയാൾ അത്രയും പറഞ്ഞത്. ഇതിനുശേഷം പിന്നീട് കണ്ടവരുടെ കൈപിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭീരുവാണ്. എന്നാൽ ഓരോ തവണയും ഇത് പറയുമ്പോൾ തനിക്ക് എന്തോ മാറ്റം സംഭവിക്കുന്നതായി അയാൾക്ക് തോന്നി. 20ാമത്തെ ആളോടും പറയും മുമ്പ് മറ്റുള്ളവരുടെ മുഖത്തു നോക്കി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. ഒടുവിൽ അവസാനത്തെ ആളോട് പറയുമ്പോൾ തന്റെ ഭയം എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം അയാൾ ഗുരുവിന്റെ മുന്നിലെത്തി പറഞ്ഞു, ഗുരുവേ, എനിക്കിപ്പോൾ ആരുടെയും മുഖത്തു നോക്കാനോ സംസാരിക്കാനോ ഭയമില്ല. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അയാളോട് പറഞ്ഞു, കാര്യം വളരെ ലളിതമാണ്. എപ്പോൾ മുതലാണ് നീ ഭീരുവാണെന്ന് അംഗീകരിച്ചത്, അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്, ആ നിമിഷം മുതൽ പരിഹരിക്കാനുള്ള കഴിവ് നീ ആർജിച്ചു തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ഭയത്തെ അതിജീവിക്കാനുള്ള മാർഗം ഭയത്തെ തിരിച്ചറിയുക എന്നതാണ്. രണ്ടാമതായി ആ ഭയത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാവുക എന്നതാണ്. പ്രശ്നങ്ങളെ നേരിടാതെ ഭയം ഇല്ലാതാക്കാനാവില്ല. ഭയത്തെ കീഴടക്കി വിജയിച്ചവരോട് സംസാരിക്കുക. ഇങ്ങനെ സ്വയം തിരിച്ചറിവ് നേടിയാൽ ഭയത്തെ മറികടക്കാനും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കും.